ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് ആണ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു 20 മാർക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് നമ്മൾ ASM പരീക്ഷയ്ക്കും അതുപോലെ ആ CPO പരീക്ഷ, അതായത് ഫോഴ്സ് എക്സാം, ആ സമയത്ത് നമ്മൾ ചെയ്തത് ഒരുപാട് കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു 20 മാർക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പക്ഷേ ഇനി നമുക്ക് അങ്ങനെ അന്ന് ചെയ്ത കണക്ക് അത്ര പാടുള്ള ചോദ്യങ്ങൾ മാത്രം ചെയ്തു വരേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ബേസ് ചോദ്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം, ചെയ്തു പോകണം. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ അന്നത്തെ നിന്നൊരു വ്യത്യാസം പെടുത്തിയിട്ടുണ്ട്. 20 ക്വസ്റ്റ്യനിൽ 20 ശരിയാക്കുന്നവരാണ് ഔട്ട്സ്റ്റാൻഡിങ് കാറ്റഗറിയിൽ വരുന്നത്. 19 ശരിയാക്കുന്ന ആൾക്കാർ എക്സലൻറ്റും, 18 ശരിയാക്കുന്ന ആൾക്കാർ വെരി ഗുഡും, 17 ശരിയാക്കുന്ന ആൾക്കാർ ഗുഡും, 17 താഴെയാണെങ്കിൽ നിങ്ങൾ ആവറേജുമാണ്. സോ ഈ വർക്കൗട്ട് എന്നോടൊപ്പം ചെയ്യുക. വർക്കൗട്ട് എന്നോടൊപ്പം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചതെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നുള്ള കാര്യം ലാസ്റ്റ് കമൻറ്റ് ചെയ്യണം. ചോദ്യം സ്വന്തമായി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, വീഡിയോ പൗസ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ഞാൻ ആൻസർ പറയുമ്പോൾ ആൻസർ ശരിയാണോ എന്ന് നോക്കുക. അവിടെ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ്. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. തെറ്റാണ്. ഇൻസുലിൻ കുറയുന്നതാണ് പ്രമേഹത്തിന് കാരണം, അല്ലേ? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. ശരിയോ തെറ്റോ? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അത് ശരിയാണ്. ഈ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് സെറിബ്രൽ ഹെമറേജ്. എന്താ കുട്ടികളെ? സെറിബ്രൽ ഹെമറേജ്. അത് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്കിന് ഒരു കാരണമാണ്. അടുത്ത്, അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ, അല്ലേ? അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നത് ക്യാൻസറാണ്. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടുന്നതാണ് ഫാറ്റി ലിവർ. തെറ്റാണ്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ്, അല്ലേ? കൊഴുപ്പ്, ഫാറ്റ് അടിഞ്ഞു കൂടുന്നതാണ്, കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ 1ഉം 4ഉം തെറ്റ്, 2ഉം 3ഉം ശരി. അപ്പോൾ ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരും. നമുക്ക് ആൻസർ വേണ്ടത് ശരിയായ പ്രസ്താവനയാണ്. സോ 2ഉം 3ഉം ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത 2 ചോദ്യങ്ങൾ. എംബസീമ എന്ന രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? നമുക്കറിയാം എംബിസീമ, ബ്രോങ്കൈറ്റിസ്, സിലിക്കോസിസ്, അതുപോലെ നമ്മുടെ ക്ഷയം, അതുപോലെ സാഴ്സ്, കോവിഡ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ രോഗങ്ങളും ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ഈസി ക്വസ്റ്റ്യൻ, ഓപ്ഷൻ സി ശ്വാസകോശം. അടുത്ത, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? ഇത് ഒരുപാട് തവണ PSC എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി എന്നിട്ട് കഴിഞ്ഞാൽ മൃത സഞ്ജീവനിയാണ്. ഏതാ കുട്ടികൾ? മൃത സഞ്ജീവനിയാണ്. ഈ മൃത സഞ്ജീവനിക്ക് ഒരു അംബാസഡർ ഉണ്ട്, അതായത് പരസ്യങ്ങളിലും മറ്റും അഭിനയിക്കുന്ന ഒരാളുണ്ട്. ആരെന്നറിയോ? നമ്മുടെ മോഹൻലാലാണ്, അല്ലേ? മോഹൻലാലാണ് ഈ പറയുന്ന മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. ഓക്കെ, 2ഉം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ, പക്ഷേ എല്ലാവരും എഴുതി കാണും. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ശ്രീ എഡ്വേർഡ് ജെന്നർ ആണ്, അല്ലെ? എഡ്വേർഡ് ജെന്നർ ആണ് ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. അപ്പോൾ പലർക്കും ഡൗട്ട് വന്നതാണ്, ലൂയിസ് പാസ്റ്റർ അല്ലേ? അല്ല, ലൂയിസ് പാസ്റ്റർ, വാക്സിൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ലൂയിസ് പാസ്റ്റർ. എഡ്വേർഡ് ജെന്നർ ആണ് ആദ്യമായിട്ട് വാക്സിൻ കണ്ടെത്തിയ. എഡ്വേർഡ് ജെന്നർ ആണ്. അപ്പോൾ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയതെന്നോ, അല്ലെങ്കിൽ ഫാദർ ഓഫ് വാക്സിനേഷൻ എന്നോ, ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്നോ, അല്ലെങ്കിൽ ഗോവസൂരി വാക്സിൻ കണ്ടെത്തിയതാരെന്നോ, വസൂരി വാക്സിൻ കണ്ടെത്തിയതാരെന്നോ എന്നൊക്കെ ചോദിച്ചാൽ ആൻസർ ഏതാണ്? എഡ്വേർഡ് ജെന്നർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഈ പറയുന്ന അറിയാത്ത പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഓപ്ഷൻ ഡി ആണ്. സിഗ്മോ മാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. നിങ്ങൾക്ക് ഈ ഒരു രക്തസമ്മർദ്ദം അളക്കുന്നതുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം മുമ്പത്തെ വർക്കൗട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അതായത് രക്തസമ്മർദ്ദം പരിശോധിക്കുന്നതിന് രക്തസാമ്പിൾ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. അതെ, രക്തസമ്മർദ്ദം പരിശോധിക്കുന്നതിന് രക്തസാമ്പിൾ ആവശ്യമില്ല. അത് മാത്രമല്ല, രക്തസമ്മർദ്ദം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഈ സിഗ്മോ മാനോമീറ്ററോ അല്ലെങ്കിൽ BP അപ്പാരറ്റസോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്തസമ്മർദ്ദം അളക്കാൻ കഴിയും. ഓക്കെ, അതുകൊണ്ട് ആ പോയിന്റ്സും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത, താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്നും കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏക വന്യജീവി സങ്കേതം
വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാന്റെയും നക്ഷത്രാമകളുടെയും വാസസ്ഥലം ഏത് വരും ആൻസർ? ചിന്നാർ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതെന്നുള്ള ചോദ്യമൊക്കെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അത് ചിന്നാറാണ് അല്ലെ? ചിന്നാറാണ് കേരളത്തിലെ മഴനിഴൽ പ്രദേശം. സോ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഇത് പലർക്കും പെട്ടെന്ന് ഡൗട്ട് വരും, ഗ്രാമസഭയുടെ കൺവീനർ ആരാണെന്ന്. ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ. നിങ്ങൾ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്ന ആരാണ്? ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്ന ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് വാർഡ് മെമ്പറാണ്. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്ന വാർഡ് മെമ്പറാണ്. ഗ്രാമസഭയിൽ അധ്യക്ഷനാണെന്ന് കേട്ടാൽ, ഗ്രാമസഭയുടെ അധ്യക്ഷനാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഗ്രാമസഭയുടെ കൺവീനർ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് വാർഡ് മെമ്പറാണ്. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് കുട്ടികളെ? വാർഡ് മെമ്പറാണ്. ഇനി നഗരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നഗരങ്ങളിൽ ഈ ഗ്രാമസഭ അറിയപ്പെടുന്ന പേരെന്താ? നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്ന പേരാണ് വാർഡ് സഭ അല്ലെ? വാർഡ് സഭ എന്നാണ്. അത് വിളിച്ചു ചേർക്കുന്നത് കൗൺസിലറാണ്. കൺവീനർ ആണെന്ന് കേട്ടാൽ കൺവീനറും കൗൺസിലറാണ്. അധ്യക്ഷനാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ചെയർമാൻ ഓർ ചെയർപേഴ്സൺ. ഇനി കോർപ്പറേഷനിലാണെങ്കിൽ മേയർ. അതായത് ഈ ഒരു ചേഞ്ച് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട് കേട്ടോ. അതായത് ഗ്രാമസഭ ഗ്രാമങ്ങളിലാണ്, അത് വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പർ, കൺവീനർ വാർഡ് മെമ്പർ, അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ്. നഗരങ്ങളിലേക്ക് പോകുമ്പോൾ ഗ്രാമസഭയുടെ പേര് മാറും. എന്താണ് കുട്ടികളെ? വാർഡ് സഭയായിട്ട് മാറും. അതുപോലെ വാർഡ് മെമ്പറുടെ പേര് മാറിയിട്ട് കൗൺസിലർ എന്നാവും. അപ്പം വാർഡ് സഭ വിളിച്ചു ചേർക്കുന്നത് കൗൺസിലറാണ്, കൺവീനറും കൗൺസിലറാണ്. അതിന്റെ അധ്യക്ഷൻ സ്ഥാനത്ത് വരുന്നത് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ചെയർമാനും കോർപ്പറേഷനിലാണെങ്കിൽ മേയറുമാണ്. മനസ്സിലായോ? അടുത്ത ചോദ്യം, രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് ചോദ്യം? രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് ചോദ്യം? അപ്പോൾ അത് ഓപ്ഷൻ സി ആണ്, ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഈ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് പഠിക്കാനുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് പഠിക്കുക കേട്ടോ. ഒരു 15 മിനിറ്റ് കണ്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ആ സമയത്തിനകത്ത് ഈ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. ഓക്കെ. അടുത്ത, വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെയെന്നാണ് ചോദ്യം. കുട്ടികൾ, അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹിയാണ്. അപ്പം നിങ്ങൾ പഠിക്കാനുള്ള പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യം. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനം സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. അതിൻ്റെ ആസ്ഥാനം എവിടെയെന്നാണ് കുട്ടികളെ? ന്യൂഡൽഹിയാണ് ആസ്ഥാനം. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986 ആണ്. 1986 പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്ന ലക്ഷ്യത്തോടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത് 86. ഇതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ 3 ചോദ്യങ്ങളും SCERTയിലെ അടുത്തടുത്തുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അതൊക്കെ എഴുതിയത് ആരാ കുട്ടികളെ? VP മേനോനാണ്. വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന VP മേനോന്റെ പുസ്തകമാണ്. ഓക്കെ. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതെന്നാണ്? നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് ഏതെങ്കിലും കോടതിയെ സമീപിക്കാൻ പറ്റുമോ? ഇല്ല. മൗലിക അവകാശങ്ങളാണെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാം. നിർദ്ദേശക തത്വങ്ങളാണെങ്കിൽ ഒരു കോടതിയെ നമുക്ക് സമീപിക്കാൻ കഴിയില്ല. അതുപോലെ നമ്മുടെ മൗലിക കടമകൾ, അതും ഈ പറയുന്ന ന്യായവാദത്തിന് അർഹമല്ല, കോടതിയെ സമീപിക്കാൻ കഴിയില്ല. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോടതിയെ സമീപിക്കാനാകില്ല. ഓക്കെ, കൊള്ളാം. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹിക പ്രവർത്തകനാര്? സമപന്തി ഭോജനം. ഓക്കെ, അത് നമ്മൾ വൈകുണ്ഠ സ്വാമികളാണ്. ഞാൻ ഇന്നലെ ക്ലാസ്സിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്നലത്തെ ആ ഡിസ്കഷൻ ക്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹിക പ്രവർത്തകനാരെന്ന് കേട്ടാൽ വൈകുണ്ഠ സ്വാമികളാണ്. എക്സാം നടത്തിയവർക്ക്. ഓക്കെ. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി ആരെന്നാണ്? ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി
രാജീവ് രഞ്ജൻ സിംഗ് ആണ് കേട്ടോ. പഠിച്ചിരിക്കുക, ഇത് 2-3 തവണ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആണെന്നിട്ട് കഴിഞ്ഞാൽ രാജീവ് രഞ്ജൻ സിംഗ് ആണ് ഇപ്പോഴത്തെ പഞ്ചായത്തി രാജ് മന്ത്രി. ഓക്കെ. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയെന്നാണ് കുട്ടികളെ? അത് 89.45 മീറ്റർ ആണ്. 89.45 മീറ്റർ ആണ് നീരജ് ചോപ്ര എറിഞ്ഞ ദൂരം. ഇനി നിങ്ങൾ പഠിക്കാനുള്ള 2 ക്വസ്റ്റ്യൻ കൂടെ ഈ ഒരു ഓപ്ഷനിൽ കിടപ്പുണ്ട്. അതായത് 87.58, അതായത് നമ്മുടെ 2020 ടോക്കിയോ ഒളിമ്പിക്സ് ഉണ്ടല്ലോ, 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്കാണല്ലോ സ്വർണ്ണം ലഭിച്ചത്. അപ്പോൾ നീരജ് ചോപ്ര 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ എറിഞ്ഞ ദൂരമാണ് 87.58 മീറ്റർ. ഇനി നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൽ എറിഞ്ഞ ദൂരമാണ് 89.45 മീറ്റർ. നമുക്കറിയാം പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചത് എന്ത് മെഡലാണ്? വെള്ളി മെഡലാണ്. സ്വർണ്ണ മെഡൽ ലഭിച്ചത് അർഷദ് നദീം എന്ന് പറയുന്ന പാകിസ്ഥാൻ താരത്തിനാണ് അല്ലെ. അർഷദ് നദീം എന്ന് പറയുന്ന പാകിസ്ഥാൻ താരത്തിനാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. ഈ അർഷദ് നദീം എന്ന പാകിസ്ഥാൻ താരം എറിഞ്ഞ ദൂരമാണ് 92.97 മീറ്റർ. 92.97 മീറ്റർ. അപ്പം ഈ 3 ദൂരങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടികളെ? പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം. ഓക്കെ. ഓഡിക്കോ പിക്കാസോ എന്ന് പറയുന്ന ഒരു കോഡ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവർ കണ്ടു നോക്കുക. പിച്ചളയിൽ അടങ്ങിയിരിക്കുന്നത് സിങ്ക് ആണ് അല്ലേ. സിങ്ക്. പിച്ചള എന്ന് പറയുമ്പോൾ അതിലേതൊക്കെ വരുന്ന കുട്ടികളെ? ഞാൻ അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം, മറക്കണ്ട. ഓഡിക്കോ പിക്കാസോ എന്നാണ് കോഡ് കേട്ടോ. ഓഡിക്കോ പിക്കാസോ. ഓക്കെ, നോക്കിക്കോണേ എന്താണ് പറയുന്നതെന്ന്. അതായത് ഓഡിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓടാണ് കേട്ടോ. ഓടിൽ ടിന്നും കോപ്പറും ചേർന്നിട്ടാണ് ഓട് നിർമ്മിച്ചിരിക്കുന്നത്. പിക്കാസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചളയാണ്. പിച്ചളയിൽ കോപ്പറും, ആ കാ വന്നിരിക്കുന്നത് കോപ്പറും സാ വന്നിരിക്കുന്നത് സിങ്കുമാണ് കേട്ടോ. കോപ്പറും സിങ്കും. അപ്പോൾ പിച്ചള, കോപ്പറും സിങ്കും, ഓട്, ടിന്നും കോപ്പറും. ഓടിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ബ്രോൺസ് എന്നും പിച്ചളയെ പറയുന്നത് ബ്രാസ് എന്നുമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതെന്നാണ്? അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചാലനം താപപ്രേഷണ രീതിയാണ്, സംവഹനം താപപ്രേഷണ രീതിയാണ്, വികിരണം താപപ്രേഷണ രീതിയാണ്. എന്നാൽ വിസരണം എന്തല്ല? താപപ്രേഷണ രീതിയല്ല. ഓപ്ഷൻ സി ആണ് ആൻസർ, വിസരണം. വിസരണം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ആകാശത്തിന്റെ നീലനിറത്തിന് കാരണം വിസരണമാണ്, സമുദ്രത്തിന്റെ നീലനിറത്തിന് കാരണം വിസരണമാണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ കുട്ടികളെ? ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാം, കുഴപ്പമില്ല. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ് എന്നാണ്? ഇവിടെ ഉറുമ്പ് കടിക്കുമ്പോഴായാലും കടന്നൽ കുത്തുമ്പോഴായാലും തേനീച്ച കുത്തുമ്പോഴായാലും നമുക്ക് വേദന ഉണ്ടാകാൻ കാരണം അതിലടങ്ങിയിരിക്കുന്ന ഫോമിക് ആസിഡാണ് കേട്ടോ. ഫോമിക് ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത് കൊണ്ടാണ് ഉറുമ്പ് കടിക്കുമ്പോഴും അതുപോലെ തേനീച്ച കടിക്കുമ്പോഴും കടന്നൽ കൂടി കടിക്കുമ്പോഴൊക്കെ നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ റബ്ബർ വ്യവസായം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ റബ്ബർ പാലെടുത്തിട്ട് നമ്മൾ ഷീറ്റ് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അവിടെയും ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അതും ഏതാ കുട്ടികളെ? ഫോമിക് ആസിഡാണ്. ഓക്കെ. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ് ആണ്. ഇന്നലത്തെ ആ ഒരു ഡിസ്കഷൻ ക്ലാസ്സിൽ ഞാൻ ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അതും കൂടെ കണ്ടുവരിക നിങ്ങൾ. അടുത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? നിങ്ങൾ നിഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾ കണ്ടു കാണും. പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചതാണ്. നമ്മുടെ ഈ പറയുന്ന ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ മസ്തിഷ്ക ജ്വരം, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബയുടെ പേരാണ് നിഗ്ലേറിയ ഫൗലേറി. അപ്പോൾ അത് ഏതിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ മലിനജലം, നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ നമ്മൾ പോയി കുളിക്കുന്ന സമയത്ത് നമ്മളെ ബാധിക്കുന്ന രോഗമാണ് എന്ന് പറയുന്നത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം. അതിന് കാരണമാകുന്ന ആ ഒരു സൂക്ഷ്മജീവിയാണ് അമീബ. അതിൻ്റെ പേരാണ് നിഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? സോ ഇതാണ് നമ്മുടെ 20 ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ 20 ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് കാറ്റഗറിയിലും, 19 ആണെങ്കിൽ എക്സലൻ്റ് ആണ്, 18 ആണെങ്കിൽ വെരി ഗുഡ്, 17 ആണെങ്കിൽ ഗുഡ്, ബിലോ 17 ആണെങ്കിൽ നിങ്ങൾ ആവറേജ് ആണ്. ഓക്കെ, കാരണം അത്ര എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ റേഞ്ച് എന്താണെന്നും എത്ര മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഇവിടെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വർക്കൗട്ടിൽ വീണ്ടും കാണാം. ബൈ.